2 മണിക്കൂർ കൊണ്ട് തീർക്കാനുള്ള ഒരു വർക്ക് ഉണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് 6 മണിക്കൂർ സമയമുണ്ടെങ്കിൽ നമ്മളത് 6 മണിക്കൂർ കൊണ്ടേ തീർക്കും. 2 മണിക്കൂർ കൊണ്ട് തീർക്കുന്ന വർക്ക് പക്ഷെ നമ്മുടെ കയ്യിൽ 1 മണിക്കൂറേ ഉള്ളെങ്കിൽ നമ്മൾ 1 മണിക്കൂറിലൂടെ തീർക്കും. അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കാർത്തിയാനി ചേച്ചി ഉണ്ട്. കാർത്തിയാനി ചേച്ചിയുടെ എന്നത്തെയും പരാതിയാണ്, സമയമില്ല, TV കാണാൻ സമയമില്ല, ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല, എല്ലാം ഞാനിങ്ങനെ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് വൈകുന്നേരം വരെ പണി തന്നെ പണി. ഒരു വീട്ടമ്മയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കാർത്തിയാനി ചേച്ചിയുടെ മകളെ പെണ്ണ് കാണാനായിട്ട് വന്നു. അവർ പറഞ്ഞു ഞങ്ങൾ രാവിലെ 9 മണിക്ക് ഞായറാഴ്ച വരും, ഓക്കെ, അരമണിക്കൂറിൽ ഇറങ്ങും, ഞങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകണം, അതുകൊണ്ട് 9 മണിക്ക് റെഡി ആവണട്ടോ എന്ന് പറഞ്ഞു. കാർത്തിയാനി ചേച്ചി അന്ന് ഇതേപോലെ തന്നെ 6 മണിക്ക് കുറച്ച് മുമ്പ് എഴുന്നേറ്റ് പടപടേന്ന് വർക്കൊക്കെ തീർത്തു, എല്ലാവരെയും തട്ടി വിളിച്ചു, അടിച്ചു വാരി മുറ്റം അടിച്ചു വാരി വൃത്തിയാക്കി ഭക്ഷണത്തിന് കയറി അതുണ്ടാക്കി എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് നോക്കുമ്പോൾ സമയം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കുള്ള ഭക്ഷണം വരെ വെച്ചു. ഇവർക്ക് രാവിലെ ഈ വരുന്നവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണമൊക്കെ വെച്ച് റെഡിയായി. 8:30 മുമ്പ് കാർത്തിയാനി ചേച്ചി കുളിക്കാൻ കയറി, കുളിച്ചു, ഡ്രസ്സ് മാറി വന്നു. 9 മണിയാകുമ്പോൾ കാർത്തിയാനി ചേച്ചി സെറ്റ്. അവർ വന്നു, പെണ്ണ് കണ്ടു, അരമണിക്കൂറിൽ അവർ പോയി കഴിഞ്ഞപ്പോൾ കാർത്തിയാനി ചേച്ചി ഫ്രീ ആയി. ഇതൊക്കെ നമ്മളെ വീട്ടിൽ നടക്കുന്നതല്ലേ. കാർത്തിയാനി ചേച്ചി അതേ വീട് അതേ പണി, പക്ഷെ 9 മണിക്ക് തീർക്കണം എന്നുള്ള ടാർഗറ്റ് ഉണ്ടായപ്പോൾ കാർത്തിയാനി ചേച്ചിയുടെ വർക്ക് നടന്നു. ഇതന്നെയാണ് ജീവിതത്തിലും. 2 മണിക്കൂർ കൊണ്ട് തീർക്കാനുള്ള ഒരു വർക്ക് ഉണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് 6 മണിക്കൂർ സമയമുണ്ടെങ്കിൽ നമ്മളത് 6 മണിക്കൂർ കൊണ്ടേ തീർക്കും. 2 മണിക്കൂർ കൊണ്ട് തീർക്കുന്ന വർക്ക് പക്ഷെ നമ്മുടെ കയ്യിൽ 1 മണിക്കൂറേ ഉള്ളെങ്കിൽ നമ്മൾ 1 മണിക്കൂറിലൂടെ തീർക്കും. അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കാർത്തിയാനി ചേച്ചി ഉണ്ട്. കാർത്തിയാനി ചേച്ചിയുടെ എന്നത്തെയും പരാതിയാണ്, സമയമില്ല, TV കാണാൻ സമയമില്ല, ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല, എല്ലാം ഞാനിങ്ങനെ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് വൈകുന്നേരം വരെ പണി തന്നെ പണി. ഒരു വീട്ടമ്മയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കാർത്തിയാനി ചേച്ചിയുടെ മകളെ പെണ്ണ് കാണാനായിട്ട് വന്നു. അവർ പറഞ്ഞു ഞങ്ങൾ രാവിലെ 9 മണിക്ക് ഞായറാഴ്ച വരും, ഓക്കെ, അരമണിക്കൂറിൽ ഇറങ്ങും, ഞങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകണം, അതുകൊണ്ട് 9 മണിക്ക് റെഡി ആവണട്ടോ എന്ന് പറഞ്ഞു. കാർത്തിയാനി ചേച്ചി അന്ന് ഇതേപോലെ തന്നെ 6 മണിക്ക് കുറച്ച് മുമ്പ് എഴുന്നേറ്റ് പടപടേന്ന് വർക്കൊക്കെ തീർത്തു, എല്ലാവരെയും തട്ടി വിളിച്ചു, അടിച്ചു വാരി മുറ്റം അടിച്ചു വാരി വൃത്തിയാക്കി ഭക്ഷണത്തിന് കയറി അതുണ്ടാക്കി എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് നോക്കുമ്പോൾ സമയം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കുള്ള ഭക്ഷണം വരെ വെച്ചു. ഇവർക്ക് രാവിലെ ഈ വരുന്നവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണമൊക്കെ വെച്ച് റെഡിയായി. 8:30 മുമ്പ് കാർത്തിയാനി ചേച്ചി കുളിക്കാൻ കയറി, കുളിച്ചു, ഡ്രസ്സ് മാറി വന്നു. 9 മണിയാകുമ്പോൾ